കഥ തുടരുന്നു. ഗ്രേസമ്മ അർത്ഥഗർഭമായി തലകുലുക്കിക്കൊണ്ട് തുടർന്നു. ഞാൻ മാമോദിസക്കാര്യം പറഞ്ഞിട്ടല്ലയോ മമ്മി എന്തിനാ ചുമ്മാ മണ്ടത്തരം പറയാൻ പോയെന്ന് ചോദിച്ചു. റോണി എന്നെ വഴക്കും പറഞ്ഞു. എന്നാലും അത് കഴിഞ്ഞ് ഇത്രയും നാളായല്ലോ. നീ നിന്റെ കെട്ടിയവനും വന്ന് തിരിഞ്ഞു കയറിയോ? കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ ഒന്ന് കാണിച്ചോ? നിന്നെ പറ്റത് ഞാനാ. രവിയെ ഞാനതായാലും ഇങ്ങനെ കരുതിയില്ല. എൻ്റെ ആൺമക്കളെക്കാളും കാര്യമായിട്ടല്ലയോ ഞാൻ ആ കൊച്ചിനോട് പെരുമാറിയത്. ഗ്രേസമ്മയുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ഷേർലിയുടെ മുഖം താണു. മമ്മിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കറിയാതെയായി. ഇനിയിപ്പോൾ ഒന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നെടുവീർപ്പോടെ ഗ്രേസമ്മ തുടർന്നു. നിന്റെ ജീവിതമെങ്കിലും സമാധാനമായി ഇരിക്കണമെന്ന്. മടങ്ങാൻ നേരം ഷേർലി കുറച്ച് രൂപ മമ്മിയുടെ കയ്യിൽ വെച്ചു. എനിക്കെന്തിനാ ഈ രൂപ? ഗ്രേസമ്മ ചോദിച്ചു. സാബു, റോണിയും സുനിലും മാറി മാറി എനിക്ക് രൂപ തരുന്നുണ്ട്. ഒന്നിനും എനിക്കൊരു കുറവുമില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന രൂപ അവിടെ തന്നെ ഇരിക്കത്തേയുള്ളൂ. നീ വരുന്ന കാര്യം അറിഞ്ഞിരുന്നാൽ ബാങ്കിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ എടുത്ത് വച്ചിരുന്നേനെ. കുഞ്ഞിനെ എന്തായാലും സ്വർണം മേടിച്ചു കൊടുക്കാൻ. മമ്മിക്ക് അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ കണ്ടൂടെ? ഷേർലി ചോദിച്ചു. വേണ്ട മോളെ. മീനും ഇറച്ചും തിന്നണം മമ്മി. ആ വീടിനകത്ത് കയറിയിട്ട് അവിടെ ഒരു ദോഷവും വേണ്ട. ഷേർലി ഞെട്ടലോടെ മമ്മിയെ നോക്കി. അവിടുത്തെ കാര്യങ്ങളൊക്കെ മമ്മി അറിഞ്ഞിരിക്കുന്നോ? അതെങ്ങനെ? അവൾക്ക് മനസ്സിലായില്ല. ഒരാണും പെണ്ണും തമ്മിലുള്ള കല്യാണം അവരുടെ മാത്രം പ്രശ്നമല്ല മോളെ. അതിപ്പോൾ മനസ്സിലായോ? രവിക്ക് അവൻ്റെ കുടുംബം ഉപേക്ഷിക്കാനും പറ്റത്തില്ല. നിനക്ക് നിൻ്റെ കുടുംബം ഉപേക്ഷിക്കാനും പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ചേരുന്ന കുടുംബങ്ങൾ തമ്മിലേ ബന്ധം പാടുള്ളൂ എന്ന്. അല്ലാതെ ജാതിയും മതവും മാറിക്കെട്ടിയാൽ തേമഴ പെയ്യുന്നത് കൊണ്ടല്ല. ഷേർലിയുടെ കണ്ണുകളും നിറഞ്ഞു. മമ്മിയുടെ ചുമലിൽ തല ചായച്ച് അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് പറഞ്ഞു. മോനെ കൊണ്ടുവന്ന് ഞാൻ മമ്മിയെ കാണിക്കാം. അതിന് രവിയേട്ടൻ എതിർപ്പൊന്നും പറയത്തില്ല. എതിർപ്പ് പറഞ്ഞാൽ നീ വാശി പിടിക്കാനൊന്നും പോകരുത് മോളെ. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ നമ്മൾ അതിനെ ക്രിസ്ത്യാനിയാക്കി മാറ്റിക്കളയുമോ എന്ന് രവിക്ക് പേടി കാണും. ഞാനന്ന് അങ്ങനെയൊരു അബദ്ധം പറഞ്ഞും പോയില്ലേ? അങ്ങനെയൊന്നുമില്ല മമ്മി, ഷേർലി പറഞ്ഞു. രവിയേട്ടനൊരു പാവമാ. ഞാൻ ആദ്യം കണ്ട രവിയേട്ടന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. പിന്നെ ഉള്ളിൽ വേരുറച്ചു പോയ ശീലങ്ങളോട് നമ്മളെപ്പോലെ തന്നെ അദ്ദേഹത്തിന് സ്ഥായിയുണ്ടെന്ന് മാത്രം. ആണാണെന്ന മേൽക്കോയ്മയുമുണ്ട്. എന്ന് വെച്ച് സ്നേഹമില്ലാത്തവനല്ല. ഗ്രേസമ്മ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ ഷേർലിയെ നോക്കി. സത്യത്തിൽ അവൾ പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലായതുമില്ല. മകൾ ഭർത്താവിൻ്റെ ഭാഗം പറയുകയാണെന്ന് മാത്രം വ്യക്തമായി. അവൾ സുഖമായി കഴിയണമെന്ന് മാത്രമേ ഗ്രേസമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. പരിഭവവും കുത്തുവാക്കുകളും പറയുമെങ്കിലും ആ ഉള്ളു ശുദ്ധമാണ്. എല്ലാ അർത്ഥത്തിലും അവർ ഒരു നാടൻ ക്രിസ്ത്യാനി സ്ത്രീയാണ്. എങ്ങനെയൊക്കെ ആയാലും രവിക്ക് സമ്മതമാണെങ്കിൽ മാത്രം നീ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോള് ഭർത്താവിനെയോ അമ്മായിയമ്മയെയോ പിണക്കണ്ട. ഗേറ്റ് വരെ മകൾക്ക് അനുയാത്ര ചെയ്ത ഗ്രേസമ്മ പിരിയാൻ നേരം ഓർമ്മിപ്പിച്ചു. എത്രയൊക്കെ ആയാലും നീ ഒരു പെണ്ണ. ജാതി എന്താവോ ആയാലും അവനാണുമാ. നിൻ്റെ പപ്പായ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മരിക്കുവോളം ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ഇഷ്ടമില്ലാന്നറിയാവുന്നൊരു കാര്യം ഇപ്പോഴും ഞാൻ ചെയ്യത്തില്ല. ഒരു ഞായറാഴ്ച ഷേർലി രവിയോട് പറഞ്ഞു. രവിയേട്ടാ, നമുക്ക് മോനെ കൊണ്ടുപോയി ഒന്ന് മമ്മിയെ കാണിക്കണം. അപേക്ഷയായിരുന്നു അത്, ആവശ്യപ്പെടലായിരുന്നു. മമ്മി ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ? രവി ചോദിച്ചു. വന്നാൽ കയ്യും വീശി വരാൻ പറ്റില്ലല്ലോ. വല്ലതും കൊണ്ടുവന്നാൽ ഈ വീട്ടിലുള്ളവർ കടത്തുകയുമില്ല, ഷേർലി പരിഭവിച്ചു. രവിയുടെ മുഖം ചുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല. തൻ്റെ ഉള്ളിൽ പ്രതിഷേധമൊക്കെയുണ്ട്. ഇല്ലാതെ വരുമോ? ഞാനും ഒരു മനുഷ്യജീവിയല്ലേ. മോനെ കൊണ്ടുപോയി മമ്മിയെ കാണിച്ചു കൂടായിരുന്നോ? എൻ്റെ അനുവാദം വേണ്ടല്ലോ. എനിക്ക് രവിയേട്ടൻ്റെ അനുവാദം വേണം. അതിനാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പോകില്ല. പക്ഷേ രവിയേട്ടൻ്റെ മക്കളും നാളെ വലുതാകും. രവിയേട്ടനും പേരക്കുട്ടികളുണ്ടാവും. അത് മറക്കണ്ട. ഞാൻ എതിരൊന്നും പറയുന്നില്ല. താൻ മോനെ കൊണ്ടുപോയിക്കോ. ഒരു ദിവസത്തിൽ കൂടുതൽ തങ്ങണ്ടെന്നേയുള്ളൂ. രവിയേട്ടനും കൂടി കൂടെ വരുന്നതാണ് എനിക്ക് സന്തോഷം. എനിക്കിത്തിരി ജോലി കൂടുതലുള്ളത് കൊണ്ടാണ്. ശരി, ഷേർലി തലയാട്ടി. എന്നാൽ അമ്മയോട് വിവരം പറഞ്ഞപ്പോൾ ആ മുഖം മങ്ങി. രവി വരുന്നില്ലേ? രവിയേട്ടന് എന്തൊക്കെയോ ജോലി തിരക്കുണ്ട്. ജോലി തിരക്കൊക്കെ അവിടെ കിടക്കും. ഇത്തിരിയില്ലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് നീ തനിച്ചു പോകണ്ട. രവി വരും കൂടെ. ശ്രീദേവി അമ്മയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ രവിയുടെ മുഖം കുനിഞ്ഞു. ബൈക്കിലാണ് അവർ പോയത്. അതുകൊണ്ട് അന്ന് തന്നെ തിരിച്ചു പോന്നു. അന്ന് തന്നെ തിരിച്ചു പോരണമെന്ന നിർബന്ധം ഷേർലിക്ക് തന്നെയായിരുന്നു. തൻ്റെ വീട്ടിൽ തങ്ങുന്നത് രവിയേട്ടന് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനെ നിർബന്ധിക്കില്ല എന്ന വാശി. പിന്നീട് മോന് ഒരു വയസ്സ് തികയും വരെ ഷേർലി വീട്ടിൽ പോയിട്ടേയില്ല. മോൻ്റെ 1-ാം പിറന്നാൾ ആഘോഷിക്കാൻ രവി തീരുമാനിച്ചു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചു. ഫോണിലായിരുന്നു ക്ഷണം. സാബുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം കഴിയും മുമ്പേ സീനയുടെ നിർബന്ധത്തിൽ ഷേർലിയുടെ വീട്ടിൽ ഫോൺ എടുത്തിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം ക്ഷണിച്ചു. എങ്കിലും ഗ്രേസമ്മ വന്നില്ല. പകരം സാബുവും സീനയും റോണിയും സുനിലും വന്നു. സീനയ്ക്ക് സ്ത്രീധനം കിട്ടിയ കാറിൽ. 3 അമ്മാവന്മാരും പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. വിലപ്പെട്ട സമ്മാനങ്ങൾ. ഷേർലിക്ക് സന്തോഷമായി. 1 മാസം കഴിഞ്ഞപ്പോൾ ഷേർലിക്ക് ഒരു വല്ലായിക. അതിനു മുമ്പേ അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഏതായാലും പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൺഫേം ചെയ്തു. ഉടനെ തന്നെ ഫോണിൽ വിളിച്ച് രവീന്ദ്രനെ സന്തോഷ വാർത്ത അറിയിച്ചു.
വൈകുന്നേരം രവി വീട്ടിലെത്തി. മുഖം അപ്രസന്നമായിരുന്നു. രാത്രി കിടക്കയിൽ വെച്ച് രവി ഷേർലിയോട് ചോദിച്ചു, നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? ഷേർലി ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. കുട്ടി ആണായി പോയാൽ എൻ്റെ പപ്പയുടെ പേരിടണമെന്ന ഭയം കൊണ്ടാണോ? മുഖം കുനിച്ചിരുന്ന രവി ശബ്ദിച്ചില്ല. എങ്കിൽ ഞാൻ പറയുന്നു, രവിയേട്ടൻ എന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. പ്രതിജ്ഞ പോലെയായിരുന്നു ഷേർലിയുടെ പ്രഖ്യാപനം. കുട്ടി ആണാണെങ്കിൽ ഞാൻ അവന് പോളെന്ന് പേരിടുകയും ചെയ്യും. ഇരുണ്ട മുഖത്തോടെ രവീന്ദ്രൻ കുറച്ചുനേരം നിശബ്ദയിരുന്നു. പിന്നെ ഷേർലിയെ നോക്കി. ഷേർലി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? തനിക്ക് ആകെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. മാറി? ഞാൻ ആകെ മാറി, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷേർലി പറഞ്ഞത്. പഴയ ഷേർലിയാണോ ഞാൻ? രവീന്ദ്രൻ ടൗൺ പോസ്റ്റ് ഓഫീസിൽ കണ്ട ഷേർലിയാണോ ഞാനിന്ന്? എൻ്റെ മമ്മിക്കും ചേട്ടന്മാർക്കും പോലും അത്ഭുതം ഞാൻ അത്രയ്ക്ക് മാറിയെന്ന്. ഞാനിന്ന് പോൾ മാഷിൻ്റെ മകൾ ഷേർലിയല്ല, രവീന്ദ്രൻ നായരുടെ ഭാര്യയാണ്. ഷേർലി എന്ന പേര് കേൾക്കുമ്പോൾ മുൻപരിചയമില്ലാത്തവർക്ക് അത്ഭുതം. ഒരു നായർ പെണ്ണിനെങ്ങനെ ഷേർലി എന്ന പേര് വന്നുവെന്ന്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാനാവുന്നില്ല. ആടിനെ പശുവാക്കിയെന്ന് പറയുന്നത് പോലെ. ഞാൻ ആഗ്രഹിച്ച മാറ്റമല്ലിത്. എന്നിട്ടും എനിക്കതിൽ സന്തോഷമാണ്. കാരണം എൻ്റെ രവിയേട്ടന് വേണ്ടിയാണ് ഞാൻ മാറിയത്. പക്ഷേ അവളെ അങ്ങലടിച്ചു. ഞാൻ ഒരേയൊരാഗ്രഹമേ രവിയേട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഒരു ആൺകുട്ടിയുണ്ടായാൽ അവന് പോളെന്ന് പേരിടണമെന്ന്. ഞാൻ കാരണം എൻ്റെ പപ്പ മരിച്ചതിലുള്ള പ്രായശ്ചിത്തം അത്. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. എന്നിട്ട് രവിയേട്ടൻ അത് സമ്മതിച്ചില്ല. അടുത്ത കുട്ടി ആണാണെങ്കിൽ പേരിട്ടോളം പറഞ്ഞുവല്ലോ. രവി മുഖം വെട്ടിച്ചിരുന്നു. എന്നിട്ടാണോ അടുത്ത കുട്ടിയെ കൊന്നുകളയാൻ രവിയേട്ടൻ പറഞ്ഞത്? ഷേർലി ചോദിച്ചു. കൊന്നുകളയാനോ? രവീന്ദ്രൻ അവളെ തുറച്ചു നോക്കി. അതെ, ഷേർലി വാശിയിൽ പറഞ്ഞു. വേണ്ടെന്ന് വെച്ചാലെന്ന് ചോദിച്ചാൽ പിന്നെ എന്തുവാ അർത്ഥം? രവിയേട്ടൻ ഇത്ര ക്രൂരനും സ്വാർത്ഥനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് ശരി. രവീന്ദ്രൻ്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു. ഞാൻ ക്രൂരനും സ്വാർത്ഥനുമാണല്ലേ? എനിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഞാൻ തൻ്റെ പിന്നാലെ വന്നത്. അംഗഭംഗമില്ല, അസുഖങ്ങളില്ല, ചീത്തപ്പേരില്ല, സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കൊള്ളാവുന്ന ഒരു ജോലിയുമുണ്ട്. സ്വജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ സ്വീകരിക്കായിരുന്നു എനിക്ക്. ഇത്രയും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. എങ്കിൽ അങ്ങനെ ആകാമായിരുന്നില്ലേ? ഇത്രയുമൊക്കെ ആയിട്ട് ഇനി അത് പറയുന്നത് എന്തിനാ? നീ അറിയാൻ. നിൻ്റെയും എൻ്റെയും കുടുംബങ്ങളെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് നിന്നെ സ്വീകരിക്കാനുള്ള ധൈര്യം ഞാൻ കാട്ടിയതിന് പിന്നിൽ ഒരേയൊരു കാര്യമേ ഉള്ളൂ, നിന്നോടുള്ള സ്നേഹം. നീയില്ലാത്ത ജീവിതം ആലോചിക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാനന്ന്. രവീന്ദ്രൻ്റെ കണ്ടയിടറി. എന്നിട്ട് ഞാൻ സ്വാർത്ഥനും ക്രൂരനുമായി. ആഗ്രഹിച്ച് ഗർഭിണിയായ ഒരു പെണ്ണോട് ഇത് വേണ്ടെന്ന് വെച്ചാലെന്ന് ചോദിച്ചാൽ പിന്നെ മറ്റെന്താ പറയുക? എനിക്കൊരു ഭർത്താവുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ തന്നെയാണ് ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നതും. 2-3 കുഞ്ഞുങ്ങളുണ്ടായാലും സാമാന്യം ഭേദമായി വളർത്താനുള്ള സാഹചര്യവും നമുക്കുണ്ട്. എന്നിട്ടും രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല. ആ പ്രയാസം കൊണ്ടാണ് സ്വാർത്ഥനെന്നും ക്രൂരനെന്നും പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞേ ഉള്ളൂ, നിർബന്ധിച്ചില്ലല്ലോ. പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിൽ തോന്നിയിട്ടല്ലേ പറഞ്ഞത്. രവിയേട്ടനിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചതേയില്ല. ഏതായാലും പോട്ടെ. രവി കൈനീട്ടി അവളുടെ കവിളിലെ കണ്ണീർ തുടച്ചു. നിനക്കറിയില്ല എന്നെ. ജീവിക്കാൻ വേണ്ടി നമ്മൾ രണ്ടിടത്ത് പണിയെടുക്കുന്നു. എങ്കിലും പിരിഞ്ഞു കഴിയുന്ന ഓരോ നിമിഷവും എനിക്ക് നിന്നെക്കുറിച്ചുള്ള വിചാരമാണ്. ഇപ്പോൾ മോനെക്കുറിച്ചും. തിരിച്ചിവിടെ എത്തുമ്പോഴാണ് ഒരു സമാധാനം. എന്നിട്ട് ഒന്നിച്ചുള്ള നേരത്ത് നമ്മൾ അതും ഇതും പറഞ്ഞ് കലഹിക്കണോ? രവിയേട്ടൻ്റെ അതേ മനോഭാവമാണ് എനിക്കും. ഷേർലി ഏങ്ങി. ജീവിക്കാൻ വേണ്ടിയാണ് പോസ്റ്റ് ഓഫീസിൽ പോയി പണിയെടുക്കുന്നത്. ചിലപ്പോൾ ഈ പണി കളഞ്ഞാലോ എന്ന് പോലും തോന്നാറുണ്ട്. രവിയേട്ടനോടും മോനോടുമൊപ്പം എവിടെയെങ്കിലും സ്വസ്ഥമായി കഴിഞ്ഞാൽ മതിയെന്ന്. ജീവിക്കാൻ പണം അത്യാവശ്യമാണെന്ന് വിചാരിച്ച് മാത്രമാണ്. പണം മാത്രമല്ല മോളെ. രവി അവളെ കെട്ടിപ്പിടിച്ചു. വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞാൽ താൻ വല്ലാതെ മുഷിഞ്ഞു പോകും. ഒരു 5 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ പോറ്റുന്നതിൻ്റെ തിരക്കുണ്ടാവും. പിന്നെ അവർ സ്കൂളിൽ പോകും. സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കാൻ തുടങ്ങും. ആ നേരത്ത് താൻ ശരിക്കും നരകത്തിലാവും. പോരെങ്കിൽ നാട്ടുംപുറത്തെ വീട്, തൊടിയിൽ പണിയാനൊന്നും തനിക്ക് പറ്റത്തില്ലല്ലോ. അത് വിട്. ഷേർലി ചിരിച്ചു. ജന്മം കൊണ്ട് ഞാൻ നല്ല ഒന്നാന്തരം മലനാടൻ ക്രിസ്ത്യാനി പെണ്ണാ. അസലായി മണ്ണിൽ പണിയും. ഞാനൊക്കെ കൊച്ചായിരുന്നപ്പം ഞങ്ങളുടെ പറമ്പിൽ ഇല്ലാത്തതൊന്നും ഇല്ലായിരുന്നു. പിന്നീടാ മമ്മി മടിച്ചിയായത്. ഇങ്ങനെ ഒരു പെണ്ണെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. രവീന്ദ്രനും ചിരിച്ചു. രവിയേട്ടന് സ്നേഹമില്ലെന്ന പരാതി ഷേർലിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ മതം മാറി കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടും സ്വന്തം മതത്തോടും ജാതിയോടുമുള്ള സ്വാർത്ഥമായ കൂറ് അധികം തന്നെ. അന്യമതത്തെയും ആചാരങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്നില്ല. പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. തന്നെയും തനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഹിന്ദു നായർ വകുപ്പിൽ ഒതുക്കി നിർത്തണമെന്ന് നിർബന്ധം. പേരിനൊപ്പം രവിയേട്ടന് നായർ നിർബന്ധം. ഞാനൊരു നല്ല നായരാണെന്ന് പറയാൻ തീരാത്ത അഭിമാനം. പക്ഷേ ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ ആ മുഖം ചുളിയുന്നു. ചിരിക്കുമ്പോഴും ആ മുഖത്ത് വിളർച്ചയാണ്. മോന് യദുകൃഷ്ണൻ ആർ നായർ എന്ന നീളമുള്ള പേര്. ഭാര്യയുടെ പേര് ഷേർലി രവീന്ദ്രൻ എന്ന് പോരാ. ഷേർലി ആർ നായർ എന്ന് തന്നെ വേണം. ഈ ദുശ്ശാഠ്യങ്ങൾക്ക് മുമ്പിൽ താണുകൊടുത്താൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും രവീന്ദ്രൻ. എൻ്റെ ഷേർലി എന്നേ കൂട്ടുകാരോട് പറയും.
ആ സ്നേഹം ഷേർലിയെയും തളർത്താറുണ്ട്. അടുത്ത ജന്മമുണ്ടെങ്കിൽ അപ്പോഴും രവീന്ദ്രൻ നായരുടെ ഭാര്യയായിരിക്കണം എന്ന് അവൾ ആഗ്രഹിക്കുന്നു. രവിയേട്ടൻ്റെ ഭാര്യയായില്ലായിരുന്നെങ്കിൽ ജീവിതം മൊത്തം ഒരു നഷ്ടമായിരുന്നേനെ എന്ന് അവൾ കരുതുന്നു. ഭാര്യ ഉദ്യോഗസ്ഥയായിരിക്കുന്നതിൽ എതിർപ്പില്ല. ഭാര്യ അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിൽ സംശയമില്ല. എല്ലാ കാര്യത്തിലും പൂർണ്ണ വിശ്വാസം. രവിയേട്ടൻ്റെ സ്വഭാവത്തെപ്പറ്റിയും പരിചയക്കാർക്കെല്ലാം ഉയർന്ന അഭിപ്രായം. കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ മതിപ്പ്. വിവാഹത്തിന് മുമ്പേ മീര ചേച്ചി ധാരാളം പുകഴ്ത്തിയിട്ടുണ്ട്. സാബുചായൻ്റെ ഭാര്യ സീനയ്ക്കും രവിയേട്ടനെ പറ്റി പറയുമ്പോൾ 100 നാവ്. രവി എനിക്ക് എല്ലാ അർത്ഥത്തിലും സ്വന്തം ബ്രദറാണ്. ഇത്രയും ഡീസൻ്റായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സാബുചായൻ പിണങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സീന ചിരിച്ചത് ഓർക്കുന്നു. സാബുചായനും രവിയെ കാര്യമാണ്. പെങ്ങൾക്ക് കൊള്ളാവുന്നൊരു പയ്യനെ കിട്ടുന്നതിൽ ഏതൊരു സഹോദരനാണ് സന്തോഷിക്കാത്തത്? സാബുചായൻ്റെയും സീനയുടെയും കല്യാണം നടത്തിക്കൊടുത്തതും രവിയേട്ടനാണല്ലോ. പക്ഷേ ഒരു കാര്യത്തിൽ എല്ലാവർക്കും അത്ഭുതമുണ്ട്. റോൺചായൻ അതേപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. രവി ഒരു ഉറച്ച മതവിശ്വാസിയാണ്. പിന്നെന്തിനാ അവൻ അന്യമതത്തിൽപ്പെട്ടൊരു പെണ്ണിനെ ജീവിതത്തിൽ കുടിയിരുത്തി? ആദ്യ കാഴ്ചയിൽ നായർ കുട്ടിയാണെന്ന വിചാരത്തിലായിരുന്നു അടുത്തതെന്ന് രവിയേട്ടൻ തന്നെ പറഞ്ഞിരുന്നു. മനസ്സിന് ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞതോടെ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ടും അകലാൻ കഴിയാതെ പോയിരിക്കാം. പേരിന് പിന്നിൽ സദാ ജാതിപ്പേര് ചുമക്കുന്ന ആളിൽ നിന്നും മതേതരത്വം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പൊടുന്നനെ ഷേർലി തന്നെക്കുറിച്ച് ഓർത്തു നോക്കി. രവിയേട്ടനെ കുറ്റപ്പെടുത്താൻ തനിക്ക് കഴിയുമോ? രവീന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ നായരായി പോയതുകൊണ്ട് മാത്രമാണ് ഷേർലി തുടക്കം മുതലേ അയാളെ അകറ്റി നിർത്തിയത്. അയാളുടെ പേര് ജോയി എന്നോ ജോസ് എന്നോ ആയിരുന്നെങ്കിൽ ധൈര്യമായി അവൾ അയാളെ പ്രേമിക്കുമായിരുന്നു. കാരണം ആദ്യ കാഴ്ച തൊട്ട് അറിയാതൊരടുപ്പം ആ വ്യക്തിയോട് തോന്നിയിരുന്നു. സത്യത്തിൽ മതവിശ്വാസമല്ല അടുക്കാൻ തടസ്സമായത്. വീട്ടുകാർ എതിർക്കുമെന്ന ഭയം, വീട്ടുകാരെ പിണക്കാനുള്ള പ്രയാസം. സാബുചായൻ റൗഡികളെ അയച്ച് തല്ലിക്കും വരെ രവീന്ദ്രൻ നായരുടെ ജീവിതത്തിൽ കയറിപ്പറ്റുന്നതിനെപ്പറ്റി ഷേർലി പോൾ ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചതോടെ രവിയേട്ടൻ എന്നാൽ ഷേർലിയുടെ ജീവിതമായി മാറി. രണ്ടാമത്തെ ഗർഭം രവീന്ദ്രനെ സന്തോഷിപ്പിക്കുന്നതായിരുന്നില്ലെങ്കിലും ആഴ്ചയിൽ 3 ദിവസം വീതം അയാൾ വീട്ടിൽ വന്നു പോയി. ചെക്കപ്പിന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. തമാശകൾ പറഞ്ഞു ചിരിപ്പിച്ചു. എങ്കിലും പഴയ സന്തോഷം രവിയേട്ടനില്ലെന്ന് ഷേർലിക്ക് അറിയാമായിരുന്നു. വരുമ്പോഴൊക്കെ കൂടെ നിറയെ പഴങ്ങളുമായി വരാറുള്ള ആൾ പലപ്പോഴും വെറും കൈയോടെയാണ് എത്തുക. അമ്മയ്ക്ക് നിറഞ്ഞ ഉത്സാഹം. ഇനി ഒരു പെണ്ണു മതി എൻ്റെ ഭഗവതി. മച്ചിൽ വിളക്ക് വെച്ച് അവർ കേണു. പഴയ പോലെ കോണി കയറാൻ എനിക്ക് വയ്യ. അമ്മയ്ക്ക് വിളക്ക് വയ്ക്കാൻ ഒരു പെൺതരിയെ താ. ഞായറാഴ്ചകളിൽ കുളിക്കാൻ കയറും മുമ്പ് ഷേർലിയുടെ കവിളിൽ കസ്തൂരി മഞ്ഞൾ അരച്ച് തേച്ച് കൊടുക്കും ശ്രീദേവി അമ്മ. കുങ്കുമപ്പൂവ് ചേർത്ത ലേഹ്യം കൊടുക്കും. ദേഹം കുളിർക്കെ എണ്ണ തേക്കാൻ നിർബന്ധിക്കും. പെൺകുഞ്ഞാണ് പിറക്കുന്നതെങ്കിൽ നല്ല ചന്തം വേണം. അമ്മമാർ വിചാരിച്ചാലും അതിന് കുറേയൊക്കെ ചെയ്യാൻ കഴിയും. എനിക്ക് എൻ്റെ ഭർത്താവ് വീഞ്ഞു കൊണ്ട് തരുമായിരുന്നു. അതുകൊണ്ടെന്താ? പെറ്റത് 3 ആണുങ്ങളായി പോയെങ്കിലും 3 നല്ല അഴകുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അത് കേട്ട് ഷേർലി ഉള്ളിൽ ചിരിച്ചു. ഇനിയുണ്ടാകുന്നതും ആൺകുഞ്ഞു തന്നെ. അവൻ നല്ല സുന്ദരനായിരിക്കട്ടെ. വല്യപ്പൻ്റെ പേരിൽ അറിയപ്പെടേണ്ട മോനാണ് അവൻ. ഒരു തവണ ചെക്കപ്പിന് ആശുപത്രിയിൽ എത്തിയപ്പോൾ രവീന്ദ്രൻ ഷേർലിയോട് തിരക്കി. നമുക്കൊന്ന് സ്കാൻ ചെയ്യിച്ചാലോ? എന്തിനാ ഇപ്പോൾ വെറുതെ കാശ് കളയുന്നത്? ഷേർലി നിരുത്സാഹപ്പെടുത്തി. കഴിഞ്ഞ തവണ നമ്മൾ സ്കാൻ ചെയ്തൊന്നുമില്ലല്ലോ. സ്കാൻ ചെയ്ത് നോക്കിയാൽ പൊസിഷനൊക്കെ ശരിയാണെന്ന് അറിയാമല്ലോ. ഷേർലി ചിരിച്ചു. പൊസിഷൻ ശരിയാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഗൈനക്കോളജിസ്റ്റിനറിയാം. എങ്കിൽ പിന്നെ ഡോക്ടർ എന്നോട് അങ്ങനെ പറയില്ലായിരുന്നല്ലോ. രവി വാദിച്ചു. ഡോക്ടർ പറഞ്ഞോ? ഷേർലിക്ക് അതിശയം. ഞാൻ കേട്ടില്ലല്ലോ. നിന്നെ ചെക്കപ്പിനായി സൈഡ് റൂമിലേക്ക് അയച്ചില്ലേ? അപ്പോഴാണ് പറഞ്ഞത്. എന്നെ സൈഡ് റൂമിലേക്ക് അയച്ചിട്ട് തൊട്ടുപുറകെ ഡോക്ടറും വന്നല്ലോ. ഷേർലി തർക്കിച്ചു. സൈഡ് റൂമിലേക്ക് നിൻ്റെ പുറകെ വരും മുമ്പാ എന്നോട് പറഞ്ഞത്. ഒന്ന് സ്കാൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് രവി പറഞ്ഞു. പിന്നെ ശുണ്ടിയിൽ ഷേർലിയെ നോക്കി. നിനക്കെന്താ, എന്നെ വിശ്വാസമില്ലേ? രവിയേട്ടനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ആ ഡോക്ടറെ വിശ്വാസമില്ലാഞ്ഞിട്ടാ. സ്കാൻ ചെയ്താൽ അത്രയും രൂപ കൂടി ആശുപത്രിയിലോട്ട് കിട്ടുമല്ലോ എന്നാണ് അവരുടെ വിചാരം. അത്രയും രൂപ കൂടി എനിക്ക് ലാഭം വരുത്താമല്ലോ എന്ന് നിനക്കും, രവി കുറ്റപ്പെടുത്തി. രവിയേട്ടന് അത്ര നിർബന്ധമാണെങ്കിൽ സ്കാൻ ചെയ്തേക്കാം. ചിരിയോടെ ഷേർലി സമ്മതിച്ചു. കുട്ടി ആണോ പെണ്ണോ എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ നിർബന്ധം. രവിയുടെ മുഖം കറുത്തു. ഷേർലിയുടെ ഊഹം ശരിയായിരുന്നു. സ്കാൻ ചെയ്യണ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു രവി. വേണമെങ്കിലാവാം എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. ഇനി ഉണ്ടാവുന്നതും ആൺകുട്ടിയാണെങ്കിൽ പോൾ എന്ന് പേരിടാൻ ഷേർലി നിർബന്ധിക്കുമല്ലോ എന്നതായിരുന്നു രവിയുടെ ഭയം. തൻ്റെ ഒരു മകൻ ക്രിസ്ത്യൻ പേരിൽ അറിയപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ അയാൾക്ക് ബുദ്ധിമുട്ട്. പക്ഷേ കഷ്ടകാലത്തിന് കുട്ടി ആണ് തന്നെയായാൽ എന്ത് ചെയ്യുമെന്നും രവിക്കറിയില്ല. ഏതായാലും കാര്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ ഷേർലിയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തിരുത്താനാവുമല്ലോ എന്നാണ് അയാളുടെ പ്രതീക്ഷ. എന്നാൽ ഷേർലിയുടെ ഭയം മറ്റൊന്നായിരുന്നു. ആൺകുട്ടിയാണെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ രവിയേട്ടന് അപ്പോൾ തൊട്ടേ ആ കുഞ്ഞിനോട് വല്ല വിരോധവും തോന്നുമോ? അതിനെ നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുമോ? അബോർഷനൊന്നും ഇനി സാധ്യമല്ല. സമയം കടന്നിരിക്കുന്നു. ഇനി ആ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നാൽ തന്നെ കൊല്ലുക എന്നാണ് അർത്ഥം.
സ്കാനിങ് കഴിഞ്ഞതും റിസൾട്ട് അറിയാനായിരുന്നു ഷേർലിക്ക് ഉത്കണ്ഠ. എന്നാൽ രവി അവളെ അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ പോസ്റ്റ് ഓഫീസിലേക്ക് അയച്ചു. മോള് പോയിക്കോ, റിസൾട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ വഴി വന്നേക്കാം, എന്നിട്ട് നമുക്കൊന്നിച്ച് വീട്ടിലേക്ക് മടങ്ങാം. ഷേർലിക്ക് സമ്മതിക്കേണ്ടി വന്നു. വൈകുന്നേരം 5 രവി പോസ്റ്റ് ഓഫീസിലെത്തിയത്. ഒരു ടാക്സിയുമായാണ് രവി വന്നത്. അതിൻ്റെ മേലെ ഒരു മനോഹരമായ തൊട്ടിൽ കെട്ടിവെച്ചിരുന്നു. പിന്നെ രവിയുടെ കയ്യിൽ ഒരു കിറ്റ് നിറയെ മധുരപലഹാരങ്ങൾ. എന്തിനാ ഈ തൊട്ടിൽ? ഷേർലി ചോദിച്ചു. യദുവിൻ്റെ തൊട്ടിലുണ്ടല്ലോ, അതുപോരാ, നമ്മുടെ മോൾക്ക്, അവൾക്ക് പ്രത്യേകം ഒരു തൊട്ടിൽ. നായന്മാരെ സംബന്ധിച്ചിടത്തോളം തറവാടിൻ്റെ സന്തതിയാണ് പെണ്ണ്, അറിയോ? ഷേർലിയുടെ മുഖം വിളർത്തുപോയി. കാറിൽ കടന്നിരുന്നതും രവി അവളുടെ കാതിൽ പറഞ്ഞു. നമ്മൾ രണ്ട്, നമുക്കും രണ്ട്. എന്താ, ഇതോടുകൂടി ഈ പരിപാടി നിർത്താം. ഷേർലി മറുപടി പറഞ്ഞില്ല. കനത്ത മുഖവുമായി നിശ്ചലം ഇരുന്നു. രവിയേട്ടന് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം അങ്ങേയറ്റം സ്വാർത്ഥമാണ്. സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം മറ്റുള്ളവരെയും സ്നേഹിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത ഒന്നും അദ്ദേഹം സ്നേഹിക്കുന്നവരെ കൊണ്ട് ചെയ്യിക്കില്ല. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും കഴിയില്ല. സ്നേഹവുമായി പിന്നാലെ നടന്നപ്പോൾ താനത് അറിയേണ്ടതായിരുന്നു. യാഥാസ്ഥിതികനായ ഒരു ഹിന്ദു യാഥാസ്ഥിതികയായ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിവാഹം ചെയ്താലുള്ള പൊരുത്തക്കേടുകളെക്കുറിച്ച് അദ്ദേഹം ഓർത്തിരിക്കുകയേയില്ല. അല്ലെങ്കിൽ പെണ്ണ് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആവുന്നത്ര പൊരുത്തപ്പെടാൻ ഷേർലി തയ്യാറുമായിരുന്നു. ഒരു കാര്യത്തിലേ അവൾക്ക് നിർബന്ധമുള്ളൂ. പപ്പായെ വേദനിപ്പിച്ചതിന് ഏതെങ്കിലും വിധത്തിൽ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയണം. അതിനവൾ കണ്ട വഴി തനിക്കുണ്ടാകുന്ന ഒരു ആൺകുട്ടിക്ക് പപ്പായുടെ പേര് നൽകുക എന്നതാണ്. അങ്ങനെ എന്നും പപ്പായെ സ്മരിക്കുക. ഇക്കാര്യത്തിലെങ്കിലും രവിയേട്ടൻ തന്നോട് യോജിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കുട്ടി പെണ്ണായി പോയത് ആരുടെയും കുറ്റമല്ല. എന്നാൽ രവിയേട്ടൻ ഇതിൽ ഇത്രയധികം സന്തോഷം പ്രകടമാക്കുന്നതും ഇനിയും കുട്ടികൾ വേണ്ടെന്ന് ചടിക്കുന്നതും അവളെ വേദനിപ്പിക്കുന്നു. തൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അതിനെതിരെ പ്രവർത്തിക്കുകയാണ് രവിയേട്ടൻ. സ്വന്തം പ്രയാസങ്ങൾ ഷേർലി മനസ്സിലൊതുക്കുകയാണ്. വീട്ടിലറിഞ്ഞാൽ മമ്മിയും ചേട്ടന്മാരും അതൊരു ഇഷ്യൂ ആക്കി മാറ്റും. അപ്പോഴും വേദനിക്കേണ്ടി വരിക അവളാണ്. ഈ ജന്മമെന്നല്ല, ഇനിയുള്ള ജന്മങ്ങളിലും രവിയേട്ടനോടൊന്നിച്ച് ജീവിക്കണമെന്നാണ് ഷേർലിയുടെ ആഗ്രഹം. ഈ ജന്മത്തിൽ തന്നെ തങ്ങൾ പിരിയുന്നത് അവൾക്ക് ഓർക്കാൻ വയ്യ. മരിക്കുമ്പോൾ ഒരുമിച്ച് മരിക്കണമെന്നാണ് ആഗ്രഹം. ആദ്യം ആര് മരിക്കണമെന്ന് പരസ്പരം തർക്കിച്ചിട്ടുണ്ട്. തനിക്ക് ആദ്യം മരിക്കണമെന്ന് രവിയേട്ടൻ, ഒരിക്കലും അതിന് അനുവദിക്കില്ലെന്ന് ഷേർലി. രവിയേട്ടൻ്റെ മടിയിൽ കിടന്ന് ആ മുഖം കണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൾ എങ്ങനെ അദ്ദേഹവുമായി പിണങ്ങും? എങ്കിലും ഒരിക്കൽ കൂടി താൻ അമ്മയാകുമെന്ന് ഷേർലി പ്രതിജ്ഞ എടുത്തിരുന്നു. ഒരിക്കൽ കൂടി മാത്രം. അതൊരു ആൺകുട്ടി അല്ലെങ്കിൽ പപ്പ തന്നോട് പുറത്തിട്ടില്ലെന്ന് വിശ്വസിക്കും. പിറക്കാൻ പോകുന്ന മോളെ ഓർത്ത് ഏറ്റവും ആഹ്ലാദിച്ചത് അച്ചമ്മയായിരുന്നു. അവൾ സുന്ദരിയായിരിക്കാൻ വേണ്ടിയുള്ള കുറേ മരുന്നുകൾ ശ്രീദേവി അമ്മ ഷേർലിയെ കൊണ്ട് തീറ്റിച്ചു. ഷേർലിയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ ആയതിനാൽ അവൾ പുതിയ വിശേഷം മമ്മിയെ വിളിച്ച് അറിയിച്ചു. ഒരാണും ഒരു പെണ്ണും. ഇത് മതി മോളെ, സമയം പറഞ്ഞു. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിലല്ല നേട്ടം, ഉള്ളതുങ്ങളെ വളർത്തുന്നതിലാണ്. ഇന്നത്തെ പരിഷ്കാര നിലയ്ക്കും 2 കുട്ടികൾ മതി. ഷേർലി അതിനും മറുപടി പറഞ്ഞില്ല. ഈ പ്രസവത്തോട് നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം ഇല്ലേ? തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ? മറ്റൊരിക്കൽ സംസാരമധ്യേ രവി വീണ്ടും സൂചിപ്പിച്ചു. ഏതായാലും ഇനിയും മാസങ്ങളുണ്ടല്ലോ എന്നായിരുന്നു ഷേർലിയുടെ ഉത്തരം. ഒടുവിൽ ഡെലിവറിക്കായി ഷേർലി അവധിയെടുത്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. PPSന് ഡോക്ടർ അനുവാദം ചോദിച്ചപ്പോൾ ഷേർലി വിസമ്മതം പറഞ്ഞു. എനിക്കൊരു കുഞ്ഞുകൂടി വേണം. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഡോക്ടറുടെ മുഖത്ത് സംശയം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊരു കുഞ്ഞുകൂടി വേണം. ചെറുപ്പക്കാരിയായ ഗൈനക്കോളജിസ്റ്റിൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു. ഇക്കാര്യത്തിൽ തീർച്ചയായും ഒരു തീരുമാനമെടുക്കാൻ ഷേർലിക്ക് തന്നെയാണ് അവകാശം. അതുകൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഷേർലിയുടെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നെ ഒരു തമാശയുള്ളത്, ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രസവിക്കാൻ സ്ത്രീകൾ വിമുഖത കാട്ടുമ്പോൾ ഷേർലി വ്യത്യസ്തയായിരിക്കുന്നു എന്നതാണ്. ഭർത്താവിനാണെങ്കിൽ ഷേർലി ഗർഭക്ലേശങ്ങൾ അനുഭവിക്കുന്നതിൽ സങ്കടവും. ഷേർലി മറുപടി പറയാതെ മുഖം കുനിച്ചിരുന്നു. ഭാര്യ ഗർഭക്ലേശം അനുഭവിക്കുന്നതിലുള്ള വിഷമം കൊണ്ടൊന്നുമല്ല രവിയേട്ടൻ ഇനിയും കുഞ്ഞു വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് അവൾക്കറിയാം. തനിക്കൊരു ആൺകുട്ടി കൂടി ഉണ്ടായാൽ ആ കുട്ടിക്ക് പപ്പയുടെ പേര് നൽകുമെന്ന ഭയം. പാടില്ല എന്ന് ശക്തമായി വിലക്കാനും രവിയേട്ടനും വയ്യ. നല്ല മനസ്സോടെ അനുവദിക്കാനും വയ്യ. അതുകൊണ്ടാണ് താൻ ഇനി പ്രസവിക്കേണ്ട എന്ന് ശടിക്കുന്നത്. പ്രസവം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് PPS നടന്നില്ല എന്ന് രവീന്ദ്രൻ അറിഞ്ഞത്. വീണ്ടും പ്രസവിക്കണമെന്ന് ഷേർലി പറഞ്ഞുവെങ്കിലും തൻ്റെ തീരുമാനത്തിനും ഇഷ്ടത്തിനും എതിരായി അവൾ പ്രവർത്തിക്കുമെന്ന് അയാൾ വിചാരിച്ചതേയില്ല. കഠിനമായ പ്രതിഷേധമുണ്ടായി അയാൾക്ക്. മുഖം വീർപ്പിച്ചുകൊണ്ടാണ് വാർഡിലെ മുറിയിലെത്തിയത്. ഷേർലിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നെങ്കിലും അവളുടെ മുഖത്തേക്ക് അയാൾ നോക്കുകയോ സ്നേഹപൂർവ്വം എന്തെങ്കിലും സംസാരിക്കുകയോ ഉണ്ടായില്ല. ഷേർലി കാര്യം ഊഹിച്ചു. ആ പിണക്കം അവൾ കാര്യമായി എടുത്തില്ല. ഇനി ഏതായാലും തോറ്റുകൊടുക്കില്ല എന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യത്തെ പിണക്കവും വഴക്കുമേയുള്ളൂ.
ക്രമേണ എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. 2 ദിവസത്തിന് ശേഷം തിരികെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് രവി അവളോട് ചോദിച്ചത്, എന്തേ PPS വേണ്ടെന്ന് പറഞ്ഞത്? രവിയേട്ടനറിയാമല്ലോ കാരണം. ഇതൊരു തരം പിടിവാശിയാണ്, രവി കുറ്റപ്പെടുത്തി. രവിയേട്ടന് എന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തതും പെൺകുഞ്ഞാണെങ്കിൽ പപ്പായുടെ പേരിടാനായി ഒരാൺകുഞ്ഞുണ്ടാകുന്നതുവരെ നീ പ്രസവിക്കുമോ? ഇല്ല, ഒരു ശ്രമം കൂടി. അത് ആണായാലും പെണ്ണായാലും ഞാൻ സഹിക്കും. 4ാമതൊരു പ്രസവം കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. രവി മറുപടി പറഞ്ഞില്ല. കനത്ത മുഖത്തോടെ നിശബ്ദമായിരുന്നു. മകനും മരുമകൾക്കുമിടയിലെ സൗന്ദര്യപ്പിണക്കം ശ്രീദേവി അമ്മ അറിഞ്ഞതേയില്ല. അവരുടെ മുഴുവൻ ശ്രദ്ധയും പേരക്കുട്ടിയെ ശുശ്രൂഷിക്കുന്നതിലായിരുന്നു. കുഞ്ഞിനെ അവർ നിലത്ത് കിടത്തിയതേയില്ല. ഷേർലി പ്രതീക്ഷിച്ചതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പഴയ ആളായി മാറി. കളിയും ചിരിയും തമാശകളും. 28 എന്ന ചടങ്ങ് നടന്നു. അന്ന് തന്നെ കുഞ്ഞിൻ്റെ പേരിടലും. ശ്രീദേവി അമ്മയാണ് പേരിട്ടത്. ഞാൻ മരിച്ചാലും എൻ്റെ പേര് ഈ വീട്ടിൽ നിലനിൽക്കണം. എൻ്റെ പൊന്നുമോൾക്ക് ഞാൻ ദേവി എന്ന് പേരിടുകയാണ്. സന്തോഷം കൊണ്ട് രവിയുടെ മുഖം വിങ്ങി. ഞാൻ ആഗ്രഹിച്ചതും ആ പേര് തന്നെയാ. അതിരാൻ അമ്മ സമ്മതിക്കുമോയെന്നായിരുന്നു എൻ്റെ പേടി. കുഞ്ഞിന് എൻ്റെ ഛായയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ പേരും അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും പണ്ടത്തെ മുറയതാ. ഓഫീസിൽ പോയി തുടങ്ങിയതോടെ ഒരു ഞായറാഴ്ച ഷേർലി മക്കളെയും കൊണ്ട് മമ്മിയെ കാണാൻ പോയി. ഒരു ടാക്സി പിടിച്ചാണ് അവൾ പോയത്. രവിക്ക് എന്തൊക്കെയോ ജോലി തിരക്കുകൾ. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കല്യാണങ്ങളും ഞായറാഴ്ചകളിലാണ് സംഭവിക്കാറുള്ളത്. ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച കൊണ്ട് 100 പരിപാടികൾ നടത്തണം. പോരെങ്കിൽ ഭാര്യ വീട്ടിൽ പോകുന്നതിൽ രവിയേട്ടന് അത്ര ഉത്സാഹവുമില്ലെന്ന് ഷേർലിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ നിർബന്ധിക്കാനും പോയില്ല. മമ്മി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. 4 മക്കളുണ്ട്. ദൈവം സഹായിച്ച് എല്ലാവരും നല്ല നിലയിൽ. പറഞ്ഞിട്ടെന്തുവാ, ഞാനിവിടെ എന്നും കൊന്നും ഒറ്റയ്ക്കാ. വല്ലോണം തച്ചുകെട്ടു പോയാൽ മതിയായിരുന്നു. ഗ്രേസമ്മയുടെ പരിദേവനം. ആശ്വസിപ്പിക്കാൻ ഷേർലിയുടെ കൈവശം വാക്കുകളില്ലായിരുന്നു. സാബുവിന് വീട്ടിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുകയില്ലായിരുന്നു. റോണിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെയെങ്കിലും സുനിലിന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടൻ കെട്ടാതെ നിൽക്കുമ്പോൾ അനിയനെക്കൊണ്ട് കെട്ടിക്കാൻ ഗ്രേസമ്മയ്ക്ക് വിഷമം. നീ എന്തുവാടാ അച്ഛനാകാൻ പോകുവാണെന്നോ സകലരും റോണിയോട് തിരക്കുന്നു. അച്ഛനാകാനും പെണ്ണ് കെട്ടാനും തയ്യാറല്ല റോണി. തൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട എന്ന ഭാവം. അവനും വല്ല നായരെയോ നമ്പൂരിയെയോ കൊണ്ടുവച്ചിട്ടുണ്ടാവും. സാബു കളിയാക്കി. അങ്ങനെ വല്ലതും ഉണ്ടാൽ പറഞ്ഞോ, ഞാൻ എതിർപ്പിനൊന്നുമില്ല. എതിർത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. അറിയാത്ത കൊച്ചിനെ ചൊറിയുമ്പോൾ അറിയും. അർത്ഥഗർഭമായിരുന്നു ആ സംസാരം. എന്തിനോ ഷേർലിയുടെ മുഖം കുനിഞ്ഞു പോയി. നിന്റെ മുഖത്തെന്താ പെണ്ണെ ഒരു കറുപ്പ്? ഗ്രേസമ്മ ഷേർലിയോട് തിരക്കി. മനപ്രയാസമാണോ, അതോ ഈ കൊച്ചുങ്ങളെ പരിപാലിക്കലും ഉദ്യോഗം ഭരിക്കലും എല്ലാം കൂടി പൊറുതി മുട്ടിയിട്ടോ? ഓ, എനിക്കെന്ത് മനപ്രയാസം? ഷേർലി ഉദാസീന ഭാവത്തിൽ പുഞ്ചിരിച്ചു. മനപ്രയാസമുണ്ടായാലും വെളിയിൽ പറയാൻ പറ്റത്തില്ലല്ലോ, സാബു പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരം ചെന്ന് വിലയ്ക്ക് വാങ്ങിയതല്ലയോ? പിന്നൊരു കാര്യം, പെങ്ങളായാലും അമ്മയായാലും ഭാര്യയായാലും ആണുങ്ങളുടെ അടുത്ത് ഇത്തിരി കീഴ്വഴക്കത്തോടെ നിൽക്കണം. അപ്പോൾ പിന്നെ മനപ്രയാസത്തിന് ഒരിടം വരുത്തില്ല. ആ വർത്തമാനം ഗ്രേസമ്മയ്ക്ക് രസിച്ചില്ല. നിന്റെ പെൺപിള്ളയുടെ തരം കീഴ്വഴക്കമാണോ വേണ്ടത്? അവർ ചോദിച്ചു. ഞങ്ങൾ കണ്ടതാണല്ലോ അവിടെ കീഴ്വഴക്കം. ഉദ്യോഗസ്ഥ പറയുന്നതല്ലയോ നിന്റെ വേദപാഠം. മമ്മിയൊന്ന് ചുമ്മാതിരി. ഷേർലി ഗ്രേസമ്മയെ തടഞ്ഞു. മമ്മിയോടൊപ്പം വന്ന് താമസിക്കാൻ സീനയ്ക്ക് കഴിയുമോ? അവരുടെ പാട് അവർക്കറിയാം. അത് പിന്നെ നീ അവളുടെ പക്ഷമല്ലേ പറയൂ. ഗ്രേസമ്മ മകളിൽ നിന്ന് മുഖം വെട്ടിത്തിരിച്ചു. മമ്മിയുടെ ചില നേരത്തെ വർത്തമാനം കേട്ടാൽ സ്വന്തം മകൾക്ക് സൂഹിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് അന്യ പെൺപിള്ളേർ ഇവിടെ നിൽക്കുന്നത്? സാബു ചോദിച്ചു. നിന്റെ അവൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യാലേ റോണിയെ കൊണ്ട് ഞാൻ പെണ്ണ് കെട്ടിക്കും, ഗ്രേസമ്മ പറഞ്ഞു. പെണ്ണ് കാണാൻ പോകുന്നത് ഞാനാ. എനിക്ക് ചേരുന്ന പെണ്ണ് മതി ഇനി ഈ വീട്ടിൽ. അതിന് റോണി ചായ പെണ്ണ് കെട്ടിട്ട് വേണമല്ലോ, സുനിൽ ചിരിച്ചു. എങ്കിൽ നീ കെട്ടടാ. ഗ്രേസമ്മയ്ക്ക് ചുണ്ടി വന്നു. മമ്മിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും കെട്ടാനൊരു പേടി, തമാശയായാണ് സുനിൽ പറഞ്ഞത്. പക്ഷേ ഗ്രേസമ്മയ്ക്ക് അത് സഹിച്ചില്ല. എങ്കിൽ നിങ്ങളൊക്കെ ആരെയെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് പൊറുപ്പിക്കേ, ഞാൻ ചത്തു തന്നേക്കാം. ഗ്രേസമ്മ കരയാൻ തുടങ്ങിയതോടെ മക്കൾ സ്തബ്ധരായി. കെട്ടിയവൻ ചത്ത പിന്നെ വയ്യാതായ തള്ളമാർ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഗ്രേസമ്മ എണ്ണിപ്പെറുക്കി. മുൻകോപിയായിരുന്നാലും ആ മനുഷ്യനുണ്ടായിരുന്നപ്പോൾ ഒറ്റ മക്കളെ എൻ്റെ മുഖത്ത് നോക്കി ഒരക്ഷരം ഉരിയാടത്തില്ലായിരുന്നു. ഇതിപ്പം ഞാൻ എല്ലാവർക്കും ചൂലായി. ഷേർലി അന്ന് തന്നെ വീട്ടിൽ നിന്നും മടങ്ങി. രവിയുടെ അമ്മയ്ക്ക് ദേവിമോളെ കാണാതിരിക്കാൻ വയ്യ. മോൾക്കും അച്ചമ്മയെ മതി. അമ്മ ഉള്ളതിനാൽ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഷേർലിക്ക് അറിയണ്ടായിരുന്നു. അതിനിടയിൽ രവിക്ക് പഴയ ബ്രാഞ്ചിലേക്ക് തന്നെ മാറ്റമായി. ഇപ്പോൾ 2 പേർക്ക് ഒരുമിച്ച് ജോലിക്ക് പോകാം. ഷേർലിക്ക് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണ്ട. രവിയുടെ ബൈക്കിന് പിന്നിൽ കയറിയിരുന്നാൽ മതി. എങ്കിലും പഴയ ആ സ്നേഹം തങ്ങൾക്കിടയിലില്ലെന്ന് ഷേർലിക്ക് തോന്നിത്തുടങ്ങി. എന്തോ ഒരകൽച്ച. PPSന് സമ്മതിക്കാതിരുന്നതിനെ തുടർന്നാണ് ഈ മാറ്റമെന്ന് അവൾക്കറിയാം. സംസാരിക്കുന്നത് തന്നെ ചുരുക്കം. എങ്കിലും ഒരു ചടങ്ങ് പോലെ ദാമ്പത്യം മുന്നോട്ട് നീങ്ങി.
ചില ചെറിയ തർക്കങ്ങളുണ്ടായാൽ രവി ആത്മകഥ നടത്തും. അല്ലേലും എൻ്റെ വാക്കിനും എൻ്റെ ഇഷ്ടത്തിനും എന്താ വില? ഷേർലി അത് കേട്ടതായി നടിക്കാറില്ല. ഒരു പുലർച്ചെ ഷേർലിക്ക് മനസ്സിലായി താൻ വീണ്ടും ഗർഭിണിയായിരിക്കുന്നുവെന്ന്. ഒരു തോന്നലായിരുന്നു അത്. രവിയോട് അതേപ്പറ്റി പറയാൻ അവൾക്ക് ഭീതിയുണ്ടായിരുന്നു. പത്മകുമാരിയോട് അവൾ തൻ്റെ പ്രശ്നം പറഞ്ഞു. നീ കൂസണ്ട പെണ്ണേ. പത്മകുമാരി അവളെ ധൈര്യപ്പെടുത്തി. അല്ലേലും ഈ ആണുങ്ങൾ മൊത്തം സ്വാർത്ഥരാ. അവരുടെ ഇഷ്ടപ്പെടി നിന്നാൽ ഔദാര്യം പോലെ നമ്മളെ സ്നേഹിക്കും. സ്വന്തം അഭിപ്രായമായി പോയാലോ പ്രശ്നമായി. നിനക്ക് നിൻ്റെ പപ്പായോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ ഇതേ വഴിയുള്ളെങ്കിൽ അതിനെ തടയേണ്ട കാര്യമൊന്നും രവിക്കില്ല. ഇതുകൊണ്ട് നിൻ്റെ മനസ്സിലെ കുറ്റബോധം തീരുമെങ്കിൽ നീ പ്രസവിക്കണം. മോനാണെങ്കിൽ പപ്പായുടെ പേരുമിടണം. ഇത് നിൻ്റെ സ്വന്തം ആവശ്യമാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഭർത്താവിനെ നീ എന്തിനനുസരിക്കണം? രണ്ടുപേരും കൂടി ആശുപത്രിയിൽ പോയി കൺഫേം ചെയ്തു. ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ രവിയോട് വിവരം പറയാൻ എന്തോ ഒരു അധൈര്യം. വീട്ടിലെത്തട്ടെ എന്ന് സമാധാനിച്ചു. രണ്ടുപേരും വീടിൻ്റെ പടിപ്പുര വാതിൽക്കലെത്തിയപ്പോൾ മുറ്റം നിറയെ ആൾക്കൂട്ടം. കഥ തുടരും.